3 കാര്യം ഒരാൾക്ക് നൽകപ്പെട്ടാൽ അയാൾ വിജയിച്ചു. ഒന്നാമതായി മുസ്ലിമാവാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് വേണ്ട ആവശ്യമായ സാമ്പത്തിക ശേഷി അള്ളാഹു നൽകുകയും ചെയ്തു. മൂന്നാമതായി അള്ളാഹു നൽകിയത് എന്തോ അതിൽ അയാൾ സംതൃപ്തനാവുകയും ചെയ്തു. ഈ 3 ഗുണങ്ങൾ ഒരാൾക്കുണ്ടായാൽ അയാൾ വിജയിച്ചവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിലൂടെ പറയുന്നു, ഖദ് അഫ്ലഹ മൻ അസ്ലമ വറുസിഖ കഫാഫ വഖന്നഅഹു ബിമാ ആതാ. ഒരാൾ വിജയിച്ചവനാണ്. അയാൾ മുസ്ലിമായി, അയാൾക്ക് ജീവിതത്തിലേക്ക് വേണ്ട ആവശ്യമായത് നൽകപ്പെടുകയും ചെയ്തു, അള്ളാഹു നൽകിയതിൽ അവനെ സംതൃപ്തനാക്കുകയും ചെയ്തു. ഇത്തരക്കാർ വിജയിച്ചു. യഥാർത്ഥത്തിൽ സാമ്പത്തിക ശേഷി ഒരാൾക്ക് ഉണ്ടായി എന്നതുകൊണ്ട് അയാൾ ഐശ്വര്യവാനായിരിക്കണമെന്നില്ല. അദ്ദേഹം വീണ്ടും വീണ്ടും തൻ്റെ സമ്പത്തിനെ വികസിപ്പിക്കുവാൻ വേണ്ടി, വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരിക്കും. ആ ചിന്തയിൽ തളച്ചിട്ടിരിക്കുകയായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിന്. ഇതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൈസൽ ഗിന അൻ കസറത്തിൽ അർള്. യഥാർത്ഥത്തിൽ ഐശ്വര്യത കുറേ സാമ്പത്തിക ശേഷി, കുറേ സമ്പത്തുണ്ടാവൽ കൊണ്ടല്ല ഐശ്വര്യത ഉണ്ടാവുക. വലാകിന്നൽ ഗിന നഫ്സ്. യഥാർത്ഥ ഐശ്വര്യത മനസ്സിൻ്റെ അകത്തുണ്ടാകുന്ന ഐശ്വര്യതയാണ്. എനിക്കിപ്പോൾ കിട്ടിയത് മതി, ഇനി വേണ്ട, ഇത് മതി, ഇത് തന്നെ ധാരാളമാണല്ലോ എന്ന് ചിന്തിക്കുവാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അവൻ്റെ മനസ്സ് എത്ര സന്തുഷ്ടമായിരിക്കും. മറ്റുള്ളവരുടെ കൈവശമുള്ളത് കിട്ടുവാൻ അവൻ കൊതിക്കുന്നില്ല. ഇനിയും കുറേ അധികം ഉണ്ടാക്കണമെന്ന മോഹത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അദ്ദേഹം തളച്ചിടുന്നുമില്ല. അങ്ങനെ ഒരു ഐശ്വര്യവാനായിട്ട് യഥാർത്ഥത്തിൽ കഴിയാൻ കഴിയുന്നത് മനസ്സിൻ്റെ അകത്ത് ഉള്ളത് മതി എന്ന ചിന്ത ഉള്ളവർക്കാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇങ്ങനെ മനസ്സിൻ്റെ അകത്തുള്ള ഈ ഐശ്വര്യത അല്ലാഹു തആല ആർക്കാണ് നൽകുന്നതെന്നോ ഒരു ഖുദ്സിയായ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അല്ലാഹു തആല പറയുന്നു, ഇബ്ന ആദമിൻ്റെ മോനെ തഫറഗ് ലി ഇബാദത്തി. നീ എനിക്ക് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി സമയം കാണുക, എങ്കിൽ നിൻ്റെ ഹൃദയത്തിൽ ഐശ്വര്യതയെ ഞാൻ നിറച്ചോളാം. നീ വേണ്ടത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ സമയം കണ്ടെത്തണം, എങ്കിൽ നിൻ്റെ മനസ്സിൽ ഐശ്വര്യത ഞാൻ ഉണ്ടാക്കിത്തരും. നിനക്ക് എന്താണോ കിട്ടിയതെങ്കിൽ അതിൽ സംതൃപ്തി എനിക്ക് ഞാൻ ഉണ്ടാക്കിത്തരും. അതോടുകൂടെ തന്നെ വാസുദ്ധ ഫഖറക്ക, നിൻ്റെ തിടുക്കങ്ങളും പ്രയാസങ്ങളുമെല്ലാം ഞാൻ തീർത്തു തരുകയും ചെയ്യും. നേരെ മറിച്ച് വ ഇല്ലാ തഫ്അൽ, നീ എനിക്ക് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി സമയം കണ്ടെത്തുന്നില്ല എങ്കിൽ മലഅ്തു യദക ശുഗ്ല, നിൻ്റെ കയ്യിൽ ജോലി ഞാൻ നിറക്കും. നീ എപ്പോഴും നിനക്ക് ജോലിയാണ്, ഒരു ഒഴിവുമില്ലാത്ത അധ്വാനങ്ങളാണ്. പക്ഷേ വലം അസുദ്ധ ഫഖറക്ക, നിൻ്റെ തിടുക്കവും പ്രയാസവും ഞാൻ തീർത്തു തരികയുമില്ല. അല്ലാഹു തആല ഈ ഖുദ്സിയായ ഹദീസിലൂടെ നമ്മോട് പറയുന്നത്, അല്ലാഹു തആലാക്ക് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി ഒരു മനുഷ്യൻ സമയം കണ്ടെത്തുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യം അല്ലാഹു തആല ഇല്ലായ്മ ചെയ്യുകയും അതോടുകൂടെ അല്ലാഹു എന്താണോ നൽകുന്നതെങ്കിൽ ആ നൽകുന്നതിൽ ഒരു സംതൃപ്തി അല്ലാഹു തആല അയാൾക്ക് നൽകി അയാളെ നഫ്സിനകത്ത്, മനസ്സിനകത്ത് ഐശ്വര്യതയെ അല്ലാഹു സൃഷ്ടിക്കുകയും ചെയ്യുമെന്നാണ്. നേരെ മറിച്ച് അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്യാൻ സമയമില്ലാതെ ഫുൾ ടൈമിൽ കിട്ടുന്ന സമയങ്ങളൊക്കെ അധ്വാനിക്കുക എന്ന ചിന്തയിലായി മാറിയാൽ അവൻ എപ്പോഴും അധ്വാനം തന്നെയായിരിക്കും. അവൻ്റെ പ്രശ്നങ്ങളാണെങ്കിലോ തീർന്നു കിട്ടുകയുമില്ല. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അല്ലാഹു തആല അവൻ നൽകിയതായ അനുഗ്രഹങ്ങളെ അവൻ്റെ പ്രീതിയിലായി ഉപയോഗപ്പെടുത്താൻ, അവൻ ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിതം ക്രമീകരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.